എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് പുഷ്പവതി എന്നുള്ളൊരു പേര് ഈ രജിസ്റ്റർ ആയത് ഈ ഒരു അടുത്ത കാലത്താണ്. പ്രത്യേകിച്ച് ആ ഒരു വിവാദവും കാര്യങ്ങളൊക്കെ വരുന്നു. അതിലൂടെ മലയാളികൾ കൂടുതൽ ആ ഒരു പേര് അങ്ങ് രജിസ്റ്റർ ആയി. അപ്പൊ ആ ഒരു വിവാദം വേണ്ടി വന്നോ അങ്ങനെ ഒരു പേര് രജിസ്റ്റർ ആവാൻ? അതില് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് സാമൂഹികമായിട്ടുള്ളൊരു വിഷയമാണ്. അതായത് നമ്മളെത്ര നന്നായി പാടുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് ചിലപ്പോ നല്ല അവസരങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിനൊക്കെ അതായത് പാട്ട് കാണുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ, വിഷ്വലി പാട്ട് കാണുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ, പണ്ടെന്ന് വെച്ചാൽ നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയാലേ കാണുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. എവിടെയാണെങ്കിലും നമുക്ക് ഏത് ഡിവൈസിൽ വേണമെങ്കിലും നമുക്ക് പാട്ട് കണ്ട് കേൾക്കാം. അത് മാത്രമല്ല, പാട്ട് കാണുക എന്നുള്ള ഒരു കൾച്ചറിലേക്ക് മാറിയപ്പോൾ ആളുകൾക്ക് കാണാൻ സൗന്ദര്യമുള്ള എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. അപ്പോൾ നല്ല സൗന്ദര്യമുള്ള സിംഗേഴ്സ് വരുമ്പോൾ അവർക്ക് കൂടുതൽ പ്രിഫറൻസ് കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരുപാട് ഇപ്പൊ ചെമ്പാവൻ, കുന്നല്ലും ചോറോ അടക്കം എല്ലാവരും മലയാളി സ്ഥിരം കേൾക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരാളാണ് പാടിയത് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ആ ഒരു വിവാദത്തോട് കൂടിയിട്ടാണ് പുള്ളി അത് പറഞ്ഞത്. പുള്ളി നെഗറ്റീവാണ് പറഞ്ഞതെങ്കിൽ പോലും നമ്മുടെ നിലപാട് കൊണ്ട് എനിക്കത് പോസിറ്റീവായിട്ട് തോന്നുന്നു. അതെ അതെ. വീണ്ടും പാട്ടിലേക്ക് വരികയാണെങ്കിൽ ഏതായിരിക്കും ഒരു ഫേവറേറ്റ് പാട്ട്? നമുക്ക് ഒന്നുകൂടെ ഇപ്പൊ സുലേഖ മൻസിലിന്റെ പാട്ടൊക്കെ ഭയങ്കര രീതിയിൽ ഇപ്പൊ ജെൻസി കുട്ടികൾ വരെ ഏത് ആഘോഷത്തിനും ഒപ്പം കൂട്ടുന്ന ഒരു പാട്ടാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ? പടയാളികളായിരമായിരമായി സമരോത്സുകരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയാ, പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമാ, പല പാമര മാനവ മാനസ സങ്കട സംഗതിയാ, ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തിഞ്ഞാളെ ശങ്കപ്പൂമ്പാറ്റ് തെന്നിപ്പാറല്ലേ നിൻ ചിറകടി സിൽസിലയാലേ മധുപൊടിയണ്ട പനിമലരാകെ പൂമ്പൊടി തരി ചിന്തന് പൂങ്കവൾ ചോക്കണ് പൂതികളായിര പൂവിതളാകണ് പൂത്ത നിക്കണ് പാട്ടുപാടണ് മോഹത്തോടെ തന്മനതിലെ മണിയറയാകെ നിറമലരണി വർണ്ണനയാലെ സുപ്രിയ രസപദനി സരിഗമ പദര സരഥമതിരുലകമേ അത് മോടി സുവർക്കത്തിങ്കലെത്തിപ്പെട്ടയത്തേമിനാളെ ഹാലേതാ ഹാലേ നിന്നെ കണ്ടാലാകെ മാറുന്നേ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.